കമ്മീഷന് മുൻപിൽ തെളിവായി സരിത നൽകിയിരിക്കുന്ന സരിതയും ബെന്നി ബെഹനാനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പീപ്പിൾ ടിവി പുറത്തുവിടുകയാണ്. ആ സംഭാഷണത്തിലേക്ക്. ഞാനൊരു മീറ്റിംഗിലാണ്. അത് റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോന്നും കൂടെ സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. അയ്യോ, അത് റദ്ദാക്കണം കേട്ടോ. അല്ല ഇപ്പൊ ഇങ്ങനെ അയാള് ഒന്നും ചെയ്തില്ല, അയാള് വലിയ ഇതായിട്ടൊക്കെ സംസാരിക്കുന്നു, CM സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഞാൻ എന്തിനാ സാറേ ഞാൻ നാളെ എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? എല്ലാരും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്റെ കൂടെ കാര്യം ഞാൻ തറയിൽ കിടക്കുന്ന റോഡിൽ കിടക്കുന്നൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല എല്ലാവർക്കും വേണ്ടിയിട്ട്. ചുമ്മാ എന്നെ അങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറയണം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വൈകുന്നേരം അറിയണം. കഴിഞ്ഞ 10 മണിക്ക് എനിക്ക് മൊഴി കൊടുക്കാനുള്ള പ്രിപ്പയർ ചെയ്യാൻ സമയം വേണമല്ലോ. ഹലോ, മോനെ. 6-ാം തീയതി എറണാകുളം പോവാണ്. ഹലോ, ഞാൻ ഇന്ന് സോളാർ കൊണ്ടുപോയിട്ടാണ്. അല്ല മക്കളതിനകത്ത്. ഹലോ, അതിനകത്ത് ബന്ധപ്പെട്ടായിരുന്നോ? ഞാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സാറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, സാറിനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ ഏതായാലും സഹോദരമായി നല്ലോണം വെക്കുക. അതുകൊണ്ട് സഹായമായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം മതിയോ? ഞാൻ ഈ കേസിനകത്ത് മൊത്തം അത് ഫേസ് ചെയ്യേണ്ടി വരുന്നതല്ലേ? അതൊന്നും സാറ് ചിന്തിക്കാത്ത 58 കേസ് 48 കേസ് എനിക്കുണ്ട്. ഈ 48 കേസിനകത്ത് ഈ മൊഴി വാലിഡ് ആവും. അതിനകത്ത് അവസാനം ലാസ്റ്റ് എനിക്ക് ഞാൻ മാത്രം ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് അത് ഉണ്ടാവത്തില്ലെന്ന് ഞാൻ ഈ എന്ത് കണ്ട് ഞാൻ വിശ്വസിക്കണം? ഓരോരുത്തരുടെ അടുത്ത് എന്തെല്ലാം വാഗ്ദാനം പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. സാറ് എന്നെ ആലോചിച്ച് നോക്ക്. അവസാനം ഞാൻ മാത്രം പ്രഷറിലാവുന്നൊരു സിറ്റുവേഷൻ പോവുക. തരാതരം പോലെ അങ്ങോട്ടേക്കും മാറി പറയും. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവസാനം എല്ലാവരും എന്നെ പറയും ഞാൻ ആ മൊഴി പറഞ്ഞില്ല, ഞാൻ മൊഴി മാറ്റി പറഞ്ഞു. അവരുദ്ദേശിക്കുന്നു, പത്രക്കാരും സമൂഹം ഉദ്ദേശിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാത്രം ചീത്തയാവുന്നൊരു സിറ്റുവേഷനാണ്. എനിക്കും ജീവിക്കണ്ടേ? അതിന് ഒരു ഇതില്ല, ഒരു തീരുമാനം എടുക്കാതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം? എന്നിപ്പോ നേരം വെളുത്ത് 7 മണിയായി. എന്തെങ്കിലും ചെയ്യട്ടെ. ഞാനെന്തോ വേണ്ടെന്ന് ഞാനും ചിന്തിക്കാം. അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചിന്തിക്കാൻ സാറിന് ഈ ഉദ്ദേശം ഇതൊന്നും നടക്കുകയല്ല, എനിക്കറിയാം. കാര്യം ഞാൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. എനിക്ക് പിക്ചറെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഇനിയും ഞാൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അതും ഇതുപോലെ കളയണം. അങ്ങനെയല്ല, എവിഡൻസ് സഹിതമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത് അല്ലേ? യഥാർത്ഥത്തിൽ എന്താണെന്ന് സാറിന് അറിയാലോ. എന്റെ തെളിവുണ്ട് അതിന്റെ. അപ്പൊ പിന്നെ ഞാൻ എന്റെ തെളിവുണ്ട് സാറേ. എന്റെ വീഡിയോ ഇവര് തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ അതിന്റെ രീതിക്ക് എടുത്തതല്ല. ഒരു ഇൻവെസ്റ്റർ വന്നപ്പം സാറിന് കാണാമെന്ന് പറഞ്ഞു. സാർ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന്. മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായ ബെന്നി ബെഹനാൻ സരിതയുമായി സംസാരിക്കുന്ന 2 ടെലിഫോൺ സംഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. രണ്ടാമത്തേതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് എല്ലാം ശരിയാക്കാം, ഞാൻ ഒറ്റപ്പെടില്ലേ എന്ന് പറയുമ്പോൾ സരിത പറയുന്നു ഇല്ല അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ സരിത പറഞ്ഞു എനിക്ക് പ്രതീക്ഷയെല്ലാം നഷ്ടമായി എന്ന്. ആദ്യം നമ്മൾ കേട്ട ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ് സരിത കമ്മീഷന് മുൻപാകെ പറഞ്ഞ പോലെ തന്നെ ബെന്നി ബെഹനാൻ അവസാന സമയങ്ങളിൽ വിളിച്ചപ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ചതെന്ന് പറയുന്നത് ആദ്യം നമ്മൾ കേട്ട ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ്. ആ 2 ടെലിഫോൺ സംഭാഷണങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ഞാനൊരു മീറ്റിംഗിലാണ്.
അല്ല ബെന്നി സാറെ അബ്ദുള്ള കുട്ടിയുടെ FIR ഞാൻ അത് റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്ന് കൂടെ സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. അല്ല അത് റദ്ദാക്കണം കേട്ടോ. അല്ല ഇപ്പൊ ഇങ്ങനെ അയാള് ഒന്നും ചെയ്തില്ല, അയാള് വലിയ ഇതായിട്ടൊക്കെ സംസാരിക്കുന്നു, CM സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഞാൻ എന്തിനാ സാറേ ഞാൻ നാളെ കണ്ടത് എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? എല്ലാരും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്റെ കൂടെ കാര്യം ഞാൻ തറ കിടക്കുന്ന റോഡിൽ കിടക്കുന്നൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല എല്ലാവർക്കും വേണ്ടിട്ട്. ചുമ്മാ എന്നെ അങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറയണം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വൈകുന്നേരം അറിയണം. കഴിഞ്ഞ 10 മണിക്ക് എനിക്ക് മൊഴി കൊടുക്കാനുള്ള പ്രിപ്പയർ ചെയ്യാൻ സമയം വേണമല്ലോ. ഹലോ മോർണിംഗ്. 6-ാം തീയതി എറണാകുളം പോകണം. ഹലോ ഞാൻ ഇന്ന് സോളാർ കൊണ്ടുപോയിട്ടാണ്. അല്ല മക്കളതിനകത്ത് ഹലോ അതിനകത്ത് ബന്ധപ്പെട്ടായിരുന്നോ? ഞാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ സാറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, സാറിനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ ആരോടും ഏതായാലും സഹകരമായി നല്ലോണം നിൽക്കുക. അതുകൊണ്ട് പിന്നെ സഹായമായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം മതിയോ? ഞാൻ ഈ കേസിനകത്ത് മൊത്തം അത് ഫേസ് ചെയ്യേണ്ടി വരുന്നതല്ലേ? അതെന്താ സാറ് ചിന്തിക്കാത്ത? 58 കേസ് 48 കേസ് എനിക്കുണ്ട്. ഈ 48 കേസിനകത്ത് ഈ മൊഴി വാലിഡ് ആവും. അതില് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞിട്ടവിടെ ഉണ്ടല്ലോ, 9 കുട്ടികൾ വേണ്ടതുണ്ടല്ലോ. അതിനകത്ത് അവസാനം ലാസ്റ്റ് എനിക്ക് ഞാൻ മാത്രം ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് അതുണ്ടാവത്തില്ല. അത് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ എന്ത് കണ്ട് ഞാൻ വിശ്വസിക്കണം? ഓരോരുത്തരുടെ അടുത്ത് എന്തെല്ലാം വാഗ്ദാനം പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. സാറ് എന്നെ ആലോചിച്ച് നോക്ക്. അവസാനം ഞാൻ മാത്രം പ്രഷറിലാവുന്നൊരു സിറ്റുവേഷൻ പോവുക. തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയും. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവസാനം എല്ലാവരും എന്നെ പറയും ഞാൻ ആ മൊഴി പറഞ്ഞില്ല, ഞാൻ മൊഴി മാറ്റി പറഞ്ഞു. അവരുദ്ദേശിക്കുന്നു, പത്രക്കാരും സമൂഹം ഉദ്ദേശിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാത്രം ചീറ്റാവുന്നൊരു സിറ്റുവേഷനാണ്. എനിക്കും ജീവിക്കണ്ടേ? അതിന് ഒരു ഇതില്ല, ഒരു തീരുമാനം എടുക്കാതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം? എന്നിപ്പോ നേരം വെളുത്ത് 7 മണിയായി. എന്തെങ്കിലും ചെയ്യട്ടെ. ഞാനെന്താ വേണ്ടെന്ന് ഞാനും ചിന്തിക്കാം. അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചിന്തിക്കാൻ സാറിന് ഈ ഉദ്ദേശം ഇതൊന്നും നടക്കുകയല്ല. എനിക്കറിയാം. കാര്യം ഞാൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. എനിക്ക് പിക്ചറെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഇനിയും ഞാൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അതും ഇതുപോലെ കളയാമെന്ന്. അങ്ങനെയല്ല, എവിഡൻസ് സഹിതമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത് അല്ലേ? യഥാർത്ഥത്തിൽ എന്താണെന്ന് സാറിന് അറിയാലോ. എന്റെ തെളിവുണ്ട് അതിന്റെ. അപ്പൊ പിന്നെ ഞാൻ എന്റെ തെളിവുണ്ട് സാറേ. എന്റെ വീഡിയോ ഇവര് തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ അതിന്റെ രീതിക്ക് എടുത്തതല്ല. ഒരു ഇൻവെസ്റ്റർ വന്നപ്പം സാറിന് കാണാമെന്ന് പറഞ്ഞു. സാർ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന്